നല്ല രാഷ്ട്രീയ നേതാക്കൾ അപൂർവങ്ങളായെങ്കിലും നല്ല അധ്യാപകരായി കൂടി പെരുമാറാറുണ്ട്. നമ്മൾ ഈ അടുത്ത സമയത്ത് അങ്ങനെ ഒരു ഉദാഹരണം കണ്ടു. മറ്റാരുമല്ല, ശ്രീ രാഹുൽ ഗാന്ധി തൻ്റെ പപ്പു എന്ന പഴയ പടം പൊഴിച്ചുകൊണ്ട് ഒരു പുതിയ അവതാരത്തിലാണിപ്പോൾ. 5 ടൈം MP ടു ദ ലോക്സഭ, പരിണിത പ്രജ്ഞനായ കറകളഞ്ഞ രാഷ്ട്രീയ നേതാവായി, ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്ന കാഴ്ച. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കാനാവില്ല സഹപ്രവർത്തകർക്ക്. രാഹുൽ ഗാന്ധിയുടെ കൂടെ ചിറകിലേറിയാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും സാമാന്യം തരക്കേടില്ലാത്ത വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. വിജയം എന്ന് പറയാനാവില്ല, എങ്കിലും 234 സീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പലരും പ്രവചിച്ചതിനേക്കാൾ വളരെ മുകളിലാണ്. അതുകൊണ്ട് പരാജയം എന്ന് പറയുമ്പോഴും അത് അന്തസ്സുള്ള ഒരു പരാജയമായി വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ എഴുതിത്തള്ളാനാവില്ല. ഇനി അനേക അംഗത്തിനുള്ള ബാല്യം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നതുകൂടെ കണക്കിലെടുത്താൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെയാണ് ഇനി നമ്മൾ നോക്കിക്കാണാനുള്ളത്. വെറുമൊരു രാഷ്ട്രീയക്കാരൻ ഒരു സ്റ്റേറ്റ്സ്മാൻ ആകണമെന്നില്ല. ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ കറകളഞ്ഞ, വിവേകമുള്ള, നയചാതുരിയുള്ള ഒരു നേതാവ് തന്ത്രപരമായി പെരുമാറാനും പൊളിറ്റിക്കലി കറക്റ്റ് പ്രയോഗങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ശരിയായി നയതന്ത്രപരമായി ഇടപെടാനുമൊക്കെയുള്ള കഴിവ്, ആ കഴിവ് ഒരു ശരാശരി രാഷ്ട്രീയക്കാരനെ ഒരു സ്റ്റേറ്റ്സ്മാനിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. രാഹുൽ ഗാന്ധി ആ ഒരു തസ്തികയിലേക്കുള്ള വളർച്ചയിലാണ്. പാർലമെൻറ്റിലെ ബജറ്റ് സമ്മേളന ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. ആ ബജറ്റ് ചർച്ചയിൽ ആരെല്ലാമാണ് സംസാരിക്കേണ്ടത് എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് 4 മണിക്കൂർ സമയം ലഭിച്ചിരിക്കുന്നു. പണ്ടത്രയും സമയം ലഭിക്കില്ല. അപ്പം 20 പേർക്കാണ് സംസാരിക്കാനുള്ള അവസരം. നമ്മുടെ ശശി തരൂരിനെ പോലെ, ഹൈബി ഈഡനെ പോലെ കേരളത്തിൽ നിന്നുള്ള MP-മാരും അതുപോലെ മറ്റ് ആളുകളും, കുമാരി ഷെൽജയാണ് എനിക്ക് തോന്നുന്നത് തുടങ്ങി വെച്ചത്. തരൂരിൻ്റെ പ്രസംഗം ഗംഭീരമായി അരങ്ങേറി. അപ്പം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ തോന്നിയതുപോലെ അങ്ങ് സംസാരിക്കുന്ന പതിവായിരുന്നു പണ്ടുണ്ടായിരുന്നത്. കുറേ സീനിയർ നേതാക്കൾക്ക് അവസരം കിട്ടും. ആ സീനിയർ നേതാക്കൾ അവർക്ക് അന്നേരം തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കും. ചിലരൊക്കെ സ്റ്റഡീഡായി സംസാരിക്കും. പലരും അഡോപ്റ്റ് ചെയ്യുന്ന ലൈൻ വ്യത്യസ്തമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അങ്ങനെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളിൽ 20 പേരുമായി സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിൻ്റെ കാതലിതാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ അവരോട് ചോദിച്ചു. വളരെ ശാന്തനായി അദ്ദേഹം കേട്ടു. ഓരോരുത്തർക്കും പറയാനുള്ളത് എന്ത് എന്ന് കേട്ടു. മിക്കവരും പറയുന്നത്, നമുക്ക് ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നിർമ്മല സീതാരാമൻ പണം നൽകിയത് നമുക്ക് അതിശക്തമായി എതിർക്കണം. രാഹുൽ ഗാന്ധി അതെല്ലാം ശാന്തമായി കേട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ലുക്ക്, ദിസ് ഈസ് എ നാഷണൽ പാർട്ടി. കോൺഗ്രസ് പാർട്ടി ഒരു ദേശീയ കക്ഷിയാണ്. ദേശീയ കക്ഷിയാകുമ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടി വേണം കാര്യങ്ങൾ പറയേണ്ടത്. ഒന്ന് ആന്ധ്രയെക്കുറിച്ചും അല്ലെങ്കിൽ ബീഹാറിനെക്കുറിച്ചും മാത്രം നിങ്ങൾ പറഞ്ഞാൽ ആ ജനത നമുക്കെതിരാണ്. ആന്ധ്രയിലാണെങ്കിലും വലിയ പ്രതീക്ഷയാണ് ഭാവിയിൽ ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ടൊക്കെ കൂട്ടുകൂടാൻ സാധിക്കുമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷകളുണ്ടാകും. ബീഹാർ രാഷ്ട്രീയം നിന്ന് നിൽപ്പിൽ മാറി മറിയാം. അതുകൊണ്ട് ബീഹാറിന് ഇത്ര വലിയ പാക്കേജ് അനുവദിച്ചു അല്ലെങ്കിൽ വലിയ തോതിൽ പണം അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോഴും ബീഹാറിലെ സ്ഥിതിഗതികളും മാറി മറിയാം. അതുകൊണ്ട് ആന്ധ്രാപ്രദേശും ബീഹാറും നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഏത് സംസ്ഥാനത്തു നിന്നും വരികയാണോ ആ സംസ്ഥാനത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാമാണ് ലഭിച്ചത്, എന്തെല്ലാം കൂടി ലഭിക്കാമായിരുന്നു, അതേക്കുറിച്ച് പറയാനാണ് നിങ്ങളുടെ നിയോഗം. അതുകൊണ്ട് അത് പഠിച്ചിട്ട് പറയൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദേശീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ് വിടാതെ, പ്രയോഗങ്ങളിൽ ഉൾപ്പെടെ അന്തസ്സും ആഭിജാത്യവും കൈമോശം വരാതെ റെസ്പോൺസിബിളായ പ്രതിപക്ഷമായി
ബജറ്റ് ചർച്ചയെ പഠിച്ച് വന്ന് ആക്രമിക്കാൻ ഉള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി കൊടുത്തത്. പരമാവധി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കുർസി ബജാവോ, കസേര സംരക്ഷിക്കാൻ ഉള്ള ബജറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ കസേര സംരക്ഷിക്കാൻ നായിഡുവിനെയും നിതീഷിനെയും സുഖിപ്പിച്ച് നിർത്തി എന്ന പരാമർശം വേണ്ട. അത് ഗുണമല്ല, ദോഷം ചെയ്യും. നോക്കൂ, ഒരു നല്ല ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകൾ. ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ എന്താണ് പറയുക? സ്വാഭാവികമായും ചിന്തിക്കും, നമ്മളെല്ലാം ഏറെ സംസാരിച്ചൊരു വിഷയമാണ്, ആന്ധ്രയ്ക്കും ബീഹാറിനും വലിയ തോതിലുള്ള ഫ്രീ ബീസ് കൊടുത്തു, അത് ശരിയാണ് താനും, അതിൽ യാതൊരു തർക്കവുമില്ല, അത് ആവശ്യത്തിൽ സംസാരിച്ചതാണ്. ഒരുപക്ഷെ ജനഹൃദയങ്ങളിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഏറെ കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി സംസ്കാരത്തിന് ഒരു മാറ്റം വരികയാണ്. ഒന്ന് കോൺഗ്രസ് പാർട്ടിയുടെ, രണ്ട് ഇന്ത്യ മുന്നണിയുടെ പാർലമെൻ്ററി സംസ്കാരത്തിന് മാറ്റം വരുന്നു. നിർണായക യോഗങ്ങൾക്ക് മുൻപ് മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയിലെയും എം പിമാർ ഒരുമിച്ച് കൂടി, പ്രതിപക്ഷ എം പിമാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, കക്ഷി നേതാക്കൾ ഒരുമിച്ച് കൂടി ഫ്ലോർ മാനേജ്മെൻറ്റിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് സഭയിലേക്ക് പോവുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഘടകകക്ഷികൾ 4 സ്വരത്തിൽ വ്യത്യസ്ത സ്വരങ്ങളിൽ പറയുമ്പോൾ അത് NDAക്ക് കാതിനിമ്പമാവുകയാണ്. അത് പാടില്ല. അതുകൊണ്ട് ഏതാണ്ട് സമാന സ്വരത്തിൽ ഒരു ആൾ പറയുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വേണം മറ്റൊരാൾ സംസാരിക്കാൻ. ഒരു ഘടകകക്ഷി പറയുന്നതിന് ചുവട് പിടിച്ചുകൊണ്ട് വേണം മറ്റൊരു ഘടകകക്ഷി. ഇവരെല്ലാം വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിച്ചാൽ NDA മുന്നണിക്ക് അത് ശക്തി പകരുകയാണ്. അതുകൊണ്ട് ഓപ്പോസിഷൻ്റെ ശക്തി, പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ ലഭ്യമായ ശക്തി ലോക്സഭയിലും രാജ്യസഭയിലും പരമാവധി പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഫ്ലോർ കോർഡിനേഷൻ വേണം. ആ ഒരു ഡൈനമിക്സ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നു. അതിനെല്ലാം പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ ചിന്തയുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ഘടകകക്ഷി നേതാക്കളെ കാണുന്നത്, പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചിന്തയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ എം പിമാർ സംസാരിക്കുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധിയുടെ ഒരു അഭിപ്രായം തേടിയിരിക്കണം. അത് ഒന്നാം തരം കോർഡിനേഷനുള്ള ഒരു ഉപാധിയായി കാണാം. അതുകൊണ്ട് ദ എൻറ്റയർ parliamentary dynamics of Congress party and the INDA bloc has undergone a radical change. അതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം. കാരണം ഇത് നമ്മൾ അത്ര പരിചിതമായ ഒരു ഘടകമല്ല. കാരണം കൊയലീഷൻ പൊളിറ്റിക്സിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അധികാരത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ ഈ മുന്നണി പങ്കാളികൾ 4 പാടും ചെതറുകയാണ്. അവർ ചില കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കും. പക്ഷെ നല്ല കോർഡിനേഷനോടുകൂടി ഭരണപക്ഷത്തെ ആക്രമിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഭരണപക്ഷത്തെ ദുർബലമാക്കാൻ കഴിയൂ, ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ഫീൽ ജനറേറ്റ് ചെയ്യാൻ കഴിയൂ. നോക്കൂ, വൂൾസ് ഹണ്ട് ഇൻ പാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുക. അവർ ഒരുമിച്ചാണ് വേട്ടയാടുന്നത്. ഇപ്പം ഒരുമിച്ച് ഒരേ ശക്തിയിൽ പല സൈഡിൽ നിന്നും വേട്ടയാടിയാൽ ആ വേട്ടയ്ക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് ഭരണപക്ഷത്തെ ആക്രമിക്കുമ്പോൾ വ്യത്യസ്ത സ്വരങ്ങൾ ആകരുത്, സ്വരച്ചേർച്ചയോടുകൂടിയ ഒരു പ്രതിപക്ഷത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നൽകാൻ പരമാവധി ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ അനുഭവം, ഒരുപക്ഷെ കൺഗ്രാജുലേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഒരു ബോസ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ മാഷ് എന്ന നിലയിലോ ഹെഡ് മാസ്റ്റർ സിൻഡ്രോം ഉള്ള ഒരാളെന്നുള്ള നിലയിലോ അല്ല, മറിച്ച് പറയുന്നതെല്ലാം കേൾക്കാനുള്ള ഒരു വിവേകം അല്ലെങ്കിൽ ഒരു സന്മനസ് അല്ലെങ്കിൽ ആ ഒരു സമയം നൽകുകയും, എന്നാൽ താൻ ഒരു വരച്ചു കാട്ടുന്ന ഒരു ലാർജർ ചിത്രമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പം സ്വല്പം ബലഹീനമായി എങ്കിൽ പോലും BJP കഴിഞ്ഞാൽ പിന്നത്തെ ദേശീയ കക്ഷി കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ എല്ലായിടത്തും വേരുകളുണ്ട്, പലയിടത്തും വളരെ ദുർബലമായെങ്കിലും വേരുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു പാൻ ഇന്ത്യ കാഴ്ചപ്പാട് നിലനിർത്താൻ വേണ്ടി തീരെ ഒരു സംസ്ഥാന തലത്തിൽ കയറി പിടിക്കാതിരിക്കുക. അതുകൊണ്ട് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ചാരുത പൂർണ്ണമായി ദ്യോതിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് MP മാർക്ക് ദിശാബോധം നൽകുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അഭിനന്ദനങ്ങൾ.